21 സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിൽ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? വയനാട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനം ഏത്? IRNSS. താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത്? കൊങ്കൺ തീരസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയാനായി രൂപീകരിക്കപ്പെട്ട സംവിധാനം ഏത്? ലോക്പാൽ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് റിപ്പബ്ലിക്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? 25. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 1993. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 25 മുതൽ 28 വരെയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? ആസൂത്രണം. രാജ്യസഭയുടെ കാലാവധി എത്ര? സ്ഥിരം സഭയാണ്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങൾ അയർലൻഡിൻ്റെ ഭരണഘടനയെ മാതൃകയാക്കി തയ്യാറാക്കി എന്നുള്ളത് തെറ്റാണ്. മൗലികാവകാശങ്ങൾ കടകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. താഴെ നൽകിയതിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത്? 26%. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? ഉത്തരം നബാർഡാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? 45. ബാങ്കിംഗ് ആണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. തെറ്റായ ജോഡി ഏത്? ഹൃദയം വില്ലസുകൾ എന്നുള്ളത് തെറ്റാണ്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? 49. സിസ്റ്റളി എന്നാണ് പറയുന്നത്. 50. എന്താണ് ഡാൾട്ടനിസം? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. താഴെ തന്നിവയിൽ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതിലാണ്? ഉപ്പുവെള്ളം. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? ചുവപ്പ് നിറം ലഭിക്കാനായി. സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണം ഏത്? ഡെറ്റോൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റമുണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? വൈദ്യുത വിശ്ലേഷണം. പൈത്തൺ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? പ്രോഗ്രാമിംഗ്. താഴെ നൽകിയവയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഇങ്ക്സ്കേപ്പ്. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിൻ്റെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ്. ത്രഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? വിൻഡോസ് 10 ആണ്. ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ കണക്ടിവിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? 60. LAN ആണ്. 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയതാര്? ജോഖ അൽഹാർത്തി. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? D. കുഷ്ഠരോഗം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണൻ. 2019 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെ സംരക്ഷിക്കാം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? മെഡിസെപ്പ്. 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ആർക്കാണ്? ആഷ്ലി ബാർട്ടി. യെല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സ്. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്ര? 5 ലക്ഷം രൂപയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? രാജ രവിവർമ്മ വരച്ച ചിത്രമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 21. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ദിനാന്തരീക്ഷ സ്ഥിതി. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? മഗധ. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? ആ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര്? ജൊനാഥൻ ഡങ്കൻ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജെർമി ബന്താം. 29ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 30. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലെയുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? 30. നിംബസ് മേഘങ്ങളാണ്. 31. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? 31.
ചെങ്കിസ് ഖാനാണ് ഉത്തരം. 32 മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ സി ഇംപെർഫെക്റ്റ് ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ എ അയണോസ്ഫിയർ ആണ്. ഹിമാലയത്തിൻ്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹിമാദ്രിയാണ്. 35ാമത്തെ ചോദ്യം ക്യാൻസലാണ്. 36 യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനമേത്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ. 37 ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര്? ഉത്തരം സംവഹന വൃഷ്ടിയാണ്. 38 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജം. 39 യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? 39 ടൈഗ. ഓപ്ഷൻ എ ടൈഗ. 40 ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാണ്ട്ല. 41 ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതിനകത്ത് ഉത്തരം ഓപ്ഷൻസിനകത്തില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് യു ലളിത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഡി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 44 കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവ. വരിക സഹചരെ എന്നത് ആരുടെ വരികകളാണ്? അംശി നാരായണപിള്ള. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? പശ്ചിമവാദങ്ങൾ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? സാങ്പോ. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെ ആണ് ഏറ്റെടുത്തത്? ഫ്ലിപ്കാർട്ട്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? ട്രോപ്പോസ്ഫിയർ. മലയാള ഭാഷയിൽ അച്ചടിക്കുക ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? സംക്ഷേപ വേദാർത്ഥം. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരി. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ലളിതകലാ അക്കാദമി. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടുകൂടി അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രമേത്? ജാമിയ മിലിയ ഇസ്ലാമിയ. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സേവാ സദൻ ആരുടെ കൃതിയാണ്? പ്രേംചന്ദ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ജനീവ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക്. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്? ഹരിത വിപ്ലവം. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആന്ത്രോത്താണ്. 60 ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്? ശക്തികാന്ത ദാസ്. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചതാര്? രാജാറാം മോഹൻ റോയ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. 63 ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? ഏഷ്യ. 64 തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? ലാൻഡ് സാറ്റ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഗസ്റ്റ് കോംതെ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ലോക്പാൽ. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? പരിണാമ സിദ്ധാന്തം. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ.